നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണ് അൽ നസറിൽ പുകയുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ ശുഭകരമല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ കലിപ്പിലാണ്, അദ്ദേഹം ഹാപ്പിയല്ല എന്ന വാർത്തകൾ കൂടി അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. സംഗതി മറ്റൊന്നുമല്ല, അൽ നസർ വലിയ രൂപത്തിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണെന്നാണ് റിപ്പോർട്ട്. അൽ നസർ ഡെറ്റ്സ് ആർ അപ്രോച്ചിങ് $213 million എന്നാണ് റിപ്പോർട്ട്. ഇത് ഡെയ്സൺ ഫുട്ബോൾ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ ഇക്കാര്യം പുറത്തുവിടുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് തന്നെ ക്ലബിന് പുതിയ സൈനിങ് നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നാണ് വിവരം. ദിസ് ഫൈനാൻഷ്യൽ ക്രൈസിസ് മീൻസ് അൽ നസർ വിൽ മോസ്റ്റ് ലൈക്ലി നോട്ട് മേക്ക് ന്യൂ സൈനിങ് ഇൻ ദി നിയർ ടേം. അടുത്ത കാലത്ത് അവർ വലിയ സൈനിങ് നടത്താനുള്ള സാധ്യതയില്ല, പുതിയ സൈനിങ് നടത്താനുള്ള സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ടീം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, അടുത്ത സീസണിന് വേണ്ടി മികച്ച രൂപത്തിൽ ഒരുങ്ങേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, ക്രിസ്ത്യാനോ ആ ഒരു ടീം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നീക്കങ്ങൾ നടത്താത്തതുകൊണ്ടും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹം കളിക്കാതിരുന്നത്, 1-2 മത്സരങ്ങൾ കളിക്കാതിരുന്നത് എനിക്ക് ഓർമ്മയുണ്ടാകും. അതേ രൂപത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ആശങ്ക വേണ്ട. ക്രിസ്ത്യാനോ കളിക്കാതിരിക്കുന്ന പ്രശ്നമില്ല, പക്ഷേ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. ഇപ്പം സൗദി അറേബ്യയിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ റിയാദിയയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, അതിലവർ വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയം എടുത്തു പറയുന്നത്, സൗദി അറേബ്യാസ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഹാസ് ബിഗൻ ടേക്കിംഗ് അർജൻറ്റ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ടു സെർവ് ഫൈനാൻഷ്യൽ ക്രൈസിസ് എൻഗൾഫിംഗ് അൽ നസർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, സാമ്പത്തികമായിട്ട് അവരെ ഞെരിക്കുന്ന സംഭവവികാസങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിന് എതിരെ PIF ചില നടപടികൾ എടുക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു റിപ്പോർട്ടുള്ളത്. അതായത് അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്കറിയാം, പോയ സീസണിലും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ടും ടീം കിരീടം ചൂടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് തുടരാൻ പറ്റുമോ എന്നുള്ളതാണ്. മറ്റൊരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് കൂടി ഒന്ന് പോയാൽ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് 365 സ്കോർസ് അറബിക് എന്ന് പറയുന്ന മാധ്യമത്തെ ഉദ്ധരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ആംഗ്രി ഓവർ അൽ നസർ സ്റ്റാൾഡ് ട്രാൻസ്ഫർ ആക്ടിവിറ്റി എഹെഡ് ഓഫ് ദി ന്യൂ സീസൺ. പുതിയ സീസണിൻ്റെ മുന്നോടിയായിട്ട് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും നടക്കാത്തതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ദേഷ്യത്തിലാണ്. പോർച്ചുഗീസ് സൂപ്പർ താരത്തിന് ടീം ശക്തിപ്പെടുത്തണം, മേജർ സൈനിങ്ങുകൾ നടത്തി ടീം ശക്തിപ്പെടുത്തണം, അടുത്ത സീസണിൽ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ, കിരീടങ്ങൾക്ക് വേണ്ടി പോരാടണമെങ്കിൽ അത് ശക്തിപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. റൊണാൾഡോ കളിക്കില്ല എന്ന തരത്തിലുള്ള ഭീഷണിയൊന്നും മുഴക്കുന്നില്ല, അദ്ദേഹം കളിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സംശയങ്ങളിൽ അദ്ദേഹം തുടരും. എന്നാലും ഹീ ഈസ് ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ക്ലബ് ഒഫീഷ്യൽസ് ഹാവ് നോട്ട് ഡെലിവേർഡ് ഓൺ ദി പ്രോമിസസ് ദേ മേഡ് ടു ഹിം. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ക്ലബ് ഒഫീഷ്യൽസ് നടപ്പാക്കിയിട്ടില്ല. പുതിയ താരങ്ങളെ കൊണ്ടുവരാം, മികച്ച താരങ്ങളെ കൊണ്ടുവരാം എന്നുള്ളതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രസ്ട്രേറ്റഡ് ആണ്. At the same time, negotiations are being accelerated to sell a partial stake in the club in order to raise liquidity needed to pay off debts and complete new signings എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതായത് ക്ലബിൻ്റെ സ്റ്റേക്കിൻ്റെ ഒരു ഭാഗം സെല്ല് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുന്നു എന്നുള്ള വിവരം വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഡെറ്റ്സ് റീപേ ചെയ്യാൻ പറ്റും, പുതിയ സൈനിങ്ങൾ നടത്താൻ പറ്റും എന്നൊക്കെയാണ് വിവരം. ഏതായാലും നിലവിൽ സാമു കോസ്റ്റ ഡീല് നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നതാണ്. സാമു കോസ്റ്റ ടു അൽ നസർ അത് ഓൺ ഹോൾഡാണ്. ഫൈനാൻഷ്യൽ ഓവർസൈറ്റ് കമ്മിറ്റിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അത് ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാത്തത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, അത് ടീമിനെ ശക്തിപ്പെടുത്തുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൺഹാപ്പിയാണ് എന്നാണ് വിവരം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.